ഇന്നത്തെ ഹോണ്ടഡ് സ്റ്റോറി ചൈനയിലെ ഒരു മലയോര പ്രദേശത്ത് ഉള്ളൊരു ഗ്രാമം. ആ ഗ്രാമം ഒരുപാട് ദൂരെയാണ് ടൗണിൽ നിന്നൊക്കെ. അവർക്ക് ഏകദേശം ഒരു ദിവസം കാൽനടയായി പോയാൽ മാത്രമാണ് ടൗണിലേക്കൊക്കെ എത്തുള്ളൂ. അവിടെ റോഡിൻ്റെ സംവിധാനങ്ങളില്ല. അവിടെ ഇപ്പോഴും ആൾക്കാർ പഴയ രീതിയിലുള്ള കഴുതേനൊക്കെ വെച്ചിട്ടാണ് ഇന്നും അവിടെ യാത്ര ചെയ്ത് ടൗണിലേക്കൊക്കെ എത്തുന്നത്. അങ്ങനെ ഒരു വളരെ റിമോട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമം. അപ്പോൾ അവിടെ ഹുവാങ് ഹോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. പയ്യന് ഏകദേശം ഒരു 30 വയസ്സൊക്കെ എത്താറായി. അപ്പോൾ പയ്യൻ്റെ വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ. അദ്ദേഹം താമസിക്കുന്ന ഒരു പഴയൊരു വീട്ടിലാണ്. ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ്. രാത്രിയെന്നില്ല പകലെന്നില്ല, ഏത് സമയത്തായാലും പുള്ളി പോയി ജോലി ചെയ്യാൻ റെഡിയാണ്. വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. വൈകിട്ട് സൂര്യാസ്തമനത്തിന് ശേഷം മാത്രമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ച് അടുത്താണ്, വലിയ ദൂരവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു പുതിയൊരു വീട് വയ്ക്കുന്നുണ്ട്. കാരണം ഇവരുടെ വീട് ഭയങ്കര പഴയ വീടായതുകൊണ്ട് തന്നെ പുതിയൊരു വീട് ഇദ്ദേഹം തന്നെ കാട്ടിൽ പോയി മരങ്ങളൊക്കെ വെട്ടി മരം കൊണ്ട് തന്നെ ഒരു വീട് അവിടെ പണിയുന്നുണ്ട്. അതവിടെ സൈഡിൽ കൂടി അവധി ദിവസം നോക്കി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒറ്റക്കാണ് ചെയ്യണത്. ഇപ്പോഴത്തെ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെ ഇദ്ദേഹം ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കൃഷിഭൂമിയുണ്ട്, ഒരുപാട് പണിക്കാർ വേറെയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ കാളയും അങ്ങനത്തെ ആനിമൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം കൃഷിക്ക് ആവശ്യമുള്ളതായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ദിവസം രാവിലെ ഇദ്ദേഹം എനിക്ക് പണിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആൾ ഈ ഒരു പണിസ്ഥലത്തേക്ക് എത്തുന്നില്ല. പുള്ളീനെ കാണുന്നില്ല. അപ്പോൾ വീട്ടിലെ അമ്മ വിചാരിച്ചെന്താ, ആൾ പണിക്ക് പോയിട്ടുണ്ടാകും. കാരണം എല്ലാ ദിവസവും എഴുന്നേറ്റ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ആത്മാർത്ഥത കൂടിയൊരു മനുഷ്യരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ രാവിലെ 10 മണി കഴിഞ്ഞിട്ടും ഈ ആൾ പണിസ്ഥലത്തേക്ക് എത്താത്തതുകൊണ്ട് പണിക്കാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഇന്ന് ആൾ ഹുവാങ്ഹോനെ കണ്ടില്ലല്ലോ, എന്താ വരാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അമ്മ പറയണത്, അവൻ രാവിലെ എഴുന്നേറ്റ് പോയാണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആളവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഈ ഒരു പണിസ്ഥലവും വീടും തമ്മിൽ ഒരു 2 കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ വെച്ച് ആൾ മിസ്സിങ് ആണ്. അത് മിസ്സിങ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ പണിക്കാർ അവിടെ ഉള്ള സ്ഥലങ്ങളെല്ലാം അരിച്ചു പെറുക്കി അവിടെ അതിൽ പോയ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു. തൊട്ടപ്പുറത്തുള്ള വീടുകളിലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ആർക്കും ഇയാളെ കണ്ടതായിട്ടൊരു ഓർമ്മ ഇല്ല. അങ്ങനെ ഇവർ പറയുന്നു, ഇത് പഞ്ചായത്ത് വിളിക്കുന്നു. അവിടെ ചെറിയൊരു പഞ്ചായത്ത് തലവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവരും ഇതേപോലെ കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തി എല്ലാ വീട്ടിലെ ആൾക്കാരുടെ ചോദിച്ചു. പക്ഷേ ആർക്കും അറിയില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, ഇത് നമുക്ക് പോലീസിൽ പോയി പറയണം, ടൗണിൽ പോയി പറയണം. അങ്ങനെ ടൗണിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ ഗ്രാമം വരുന്നത്. അങ്ങനെ ഇവരിന്ന് 2 പേര് പോയി ടൗണിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പോലീസുകാർ വന്നിട്ട് ഇതൊക്കെ അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ടെലിഗ്രാം വരെയാണ്. നമ്മൾ പണ്ട് കമ്പി വരും എന്നൊക്കെ പറയില്ലേ, അതൊരു ടെലിഗ്രാം വന്നൊക്കെയാണ്. ടെലിഗ്രാം വന്നപ്പോൾ ടെലിഗ്രാമിനകത്ത് എഴുതിയേക്കണത്, എത്രയും പെട്ടെന്ന് ഹുവാങ് ഹോ എന്നൊരാളെ 30 വയസ്സുള്ള ആളെ ഇവിടുന്ന് കൊണ്ടുപോവുക. സ്ഥലം ചൈനയിൽ തന്നെ വേറൊരു ഉള്ളൊരു ടൗണിൻ്റെ പേരും ആ ലൊക്കേഷനും അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഇവർ നോക്കുമ്പോൾ ഹുവാങ് ഹോ ശരിയാണ്, ആളുടെ പേര് കറക്റ്റാണ്, ഏജ് ശരിയാണ്. അതായത് തന്നെ ഇവർ ഈ ടെലിഗ്രാം എടുത്തിട്ട് നേരെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പോലീസുകാർ നോക്കിയിട്ട് ഇത് എവിടെ നിന്നാണ് അയച്ചതെന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ ഇന്ന ടൗണിലാണ് നിൽക്കണം. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ടെലിഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ നേരെ വിളിച്ച് ചോദിക്കുമ്പോൾ സംഭവം ശരിയാണ്, ഹുവാങ് ഹോ എന്നുള്ള ആളവിടെ ഉണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളൊന്നുമില്ല. കാരണം മൊബൈലൊക്കെ കണക്കാൻ മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അവർ വിളിച്ച് ചോദിക്കുന്നു, ഇന്ന ആളുടെ എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെ ബർത്ത് മാർക്ക് ഉണ്ട്, ഇങ്ങനെ മറുകുണ്ട്, അതേപോലെ ഇവിടെ ചെറിയൊരു വെട്ടുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇവൻ്റെ ഈ ഹുവാങ്ഹോയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അമ്മ പറയും, ശരിയാണ്, എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഉറപ്പിച്ച് ഹുവാങ്ഹോട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. വേഗം തന്നെ പോലീസുകാർ പറയും, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ട് ഹുവാങ്ഹോനെ നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നു. വേഗം തന്നെ അവിടെ നിന്ന് ഒരു പോലീസുകാരൻ വരുന്നു. അങ്ങനെ ഹുവാങ്ഹോ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം അവിടെ നാട്ടുകാരെല്ലാവരും കൂടുന്നു. ഇവൻ എന്ത് സംഭവിച്ചു എന്നറിയില്ലല്ലോ. എല്ലാവരും ചോദിക്കുന്നു, എന്ത് പറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഹുവാങ്ഹോ പറയുന്നു, രാവിലെ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ പോകുന്ന വഴിക്ക് അവൻ ഒന്ന് വീണു താഴെ. വീണ സമയത്ത് ആരോ ഇവൻ്റെ തലയുടെ മുകളിൽ കയറി ഇങ്ങനെ കൈവച്ച് ഞെക്കി റോഡിലേക്ക് ഇങ്ങനെ തല അമഴ്ത്തി പിടിച്ചു ഇങ്ങനെ വെച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ആളുടെ ബോധം പോയതിന് ശേഷം പിന്നെ അവൻ കണ്ണു തുറക്കുന്നത് ഈ ഒരു നഗരത്തിലെ ഏതോ സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത്രയും മാത്രം അവന് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും അവന് ഓർമ്മയില്ല. ആൾക്കാർക്കൊക്കെ കൗതുകമായി, എന്ത് പറ്റി, ഇതെന്താ ഇങ്ങനെ സംഭവിക്കണമെന്നൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമായി.
പോലീസുകാരടുത്ത് ഇത് പറഞ്ഞു. പക്ഷേ പോലീസുകാർ അവിടെ വന്നിട്ട് ഇവൻ വീണ സ്ഥലമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരത് കേസ് ഏകദേശം വിട്ട പോലെയായി. പക്ഷേ ഇവൻ തിരിച്ചെത്തി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇവനെ കാണാതാവുന്നു. അത് തിരിച്ച് ജോലി സ്ഥലത്ത് നിന്ന്, പറമ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് ഇവനെ കാണാതായത്. ഇതേപോലെ അമ്മ അന്വേഷിച്ച് പണിക്കാരടുത്ത് പോകുന്നു, മോനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ പണിക്കാർ പറഞ്ഞു ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വീടെത്തിയില്ലോ എന്ന് പറയുന്നു. വീണ്ടും അപ്പോൾ എല്ലാവർക്കും പിന്നെയും കൗതുകമായി, ഇവനെന്ത് പറ്റി. സ്വാഭാവികമായിട്ടും അന്ന് കാണാതായിട്ട് കണ്ട സ്ഥലം ആ ഒരു നഗരത്തിലാണ്. അപ്പോൾ ആ നഗരത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെല്ലാവരും പോകുന്നു. അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പോലീസുകാർ അന്ന് വന്ന ആ അഡ്രസ്സിലേക്ക് തന്നെ വിളിക്കുന്നു, ചോദിക്കുന്നു. പക്ഷേ അവിടെ ആളില്ല. അന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം തിരിച്ചാളെത്തിയിട്ടില്ല. വീണ്ടും പോലീസുകാർ കൗതുകമായി, പോലീസുകാർക്ക് പണി അരട്ടിച്ചു. ഇവർ വീണ്ടും വന്നിട്ട് അന്വേഷണം തുടങ്ങി. കറക്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടെലിഗ്രാം പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പ്രാവശ്യം വരുന്നത്. പോലീസുകാർ തുറന്നു നോക്കുമ്പോൾ ഹുവാങ്ഹോ എന്ന ആൾ ഇന്ന സ്ഥലത്തുണ്ട്, വേറൊരു നഗരം, അവിടുന്ന് 900 കിലോമീറ്റർ ദൂരെയുള്ള വേറൊരു നഗരത്തിലുണ്ട് എന്നും പറഞ്ഞൊരു മെസ്സേജ്, ഒരു ടെലിഗ്രാം വരെയാണ്. ഇവിടെ ഇത് വായിച്ചു കഴിഞ്ഞ് വീണ്ടും പോലീസ് അന്വേഷണം നടത്തി ആ ഒരു ഇവനുള്ള ലൊക്കേഷൻ, ടെലിഗ്രാം കിട്ടിയ ആ ലൊക്കേഷനിലേക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുന്നു. രൂപവും അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആള് അത് തന്നെ. വീണ്ടും അവിടുന്ന് ഒരു പോലീസുകാരൻ ഇവനെ തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നു. ഗ്രാമത്തിലേക്ക് എത്തിയ ശേഷം ഈ പ്രാവശ്യം നാട്ടുകാരും പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ തീരുമാനിച്ചു ഇതിന് ഒരു അറുതി വരുത്താൻ പറ്റില്ല. കാരണം എപ്പോഴും ഒരാൾ മാത്രം ഇങ്ങനെ കാണാതെ ആവുന്നു, ഇത് ബാക്കിയുള്ളവർക്ക് സംഭവിക്കാമല്ലോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ അവർക്ക് വരുന്നു. അങ്ങനെ ഇവരെല്ലാവരും പഞ്ചായത്ത് യോഗം കൂടിയതിന് ശേഷം പഞ്ചായത്തിലെ ആൾക്കാർ ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ ആ കിടന്ന രീതിയിൽ ഇവനെ കമഴ്ത്തിയിട്ടിട്ട് തലയിലിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയിട്ടാണ് 2 പ്രാവശ്യം ഇവനെ കാണാതായത്. അവനിങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നു, ഇവൻ ഇങ്ങനെ എയറിൽ പൊങ്ങി ആരും എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഇവൻ തോന്നുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അത് ആരാന്ന് ഇവന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. പക്ഷേ മനുഷ്യരല്ല, ഏതോ ഒരു വികൃതമായിട്ടുള്ളൊരു രൂപം, നല്ല ഹൈറ്റുള്ളൊരു രൂപം ഇവനിങ്ങനെ പറത്തിക്കൊണ്ടാണ് പോകണമെന്ന് പറയുന്നത്. അങ്ങനെ ഇവനോട് രൂപം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ വിദ്യാഭ്യാസമുള്ള ആൾ അടുത്തുള്ള ടൗണിൽ അവിടെ ഉണ്ട്, അദ്ദേഹം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു ഇതൊരു ഏലിയൻ ആവാനും ചാൻസ് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഏലിയൻ രൂപങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് വളരെ വീതിയുള്ള കൈകളായിരിക്കും, നല്ല ഹൈറ്റ് ആയിരിക്കും, മേത്ത് മാംസമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വികൃതമായിട്ടുള്ളൊരു മുഖമായിരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ ഇവനും അത് അങ്ങനെ ഏതോ മയക്കത്തിൽ കണ്ടൊരു ഓർമ്മ അവനും മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ അവൻ ആ പഞ്ചായത്തിലെ ആൾക്കാരുടെ മുമ്പിൽ, ആ പോലീസുകാരുടെ മുമ്പിൽ അവൻ ആ ഒരു എക്സ്പ്ലനേഷൻ നടത്തുകയാണ്. ഇത് കൊണ്ടുപോയത് ഈ ഏലിയൻ എന്ന് പറയപ്പെടുന്ന 2 പേരാണ് എന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നത്. 2 പ്രാവശ്യം കൊണ്ടുപോയത് ഏലിയൻസ് തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു സ്റ്റോറി അവിടെ തീരുന്നത്. ചൈന നടന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മിസ്റ്റീരിയസ് സംഭവമാണത്. ഇങ്ങനത്തെ മിസ്റ്ററി ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം.